ഹായ് പോയിന്റ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയം LGBTQIA+ഉമായിട്ടാണ്. പലരും ഈ വിഷയം പലപ്പോഴായി കേട്ടിട്ടുണ്ടാകും. ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവായ PK ഫിറോസ് അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് LGBTQIA പൊളിറ്റിക്സിനെതിരെയുള്ള ഒരാശയമായിരുന്നു. ആ ആശയം വലിയ രീതിയിൽ വൈറലാവുകയും അദ്ദേഹം സോഷ്യൽ മീഡിയയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള മീഡിയകളിലുമെല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും പല വിമർശനങ്ങൾക്കും അത് വിധേയമാക്കപ്പെടുകയും എല്ലാം ചെയ്തു. ഈ അടുത്ത കാലത്ത് തന്നെ LGBTയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയ ചർച്ചകൾ പല രീതിയിൽ നടന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അടുത്ത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അഥവാ അമേരിക്കയിൽ ഇനി മുതൽ ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടാവില്ല, അവിടെ സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ലിംഗക്കാർ മാത്രം മതി എന്ന രീതിയിൽ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചർച്ചകൾ LGBTയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ, ഈ അടുത്ത് ഞാൻ വായിച്ചിട്ടുള്ള ഒരുപാട് ആനുകാലിക പുസ്തകങ്ങൾ, അത് നോവലാവാം, കഥകളാകാം, പല രീതിയിലുള്ള പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ പലരും ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന രീതിയിൽ അവകാശപ്പെടുന്ന ആ രീതിയിലെല്ലാം വളർന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ വരെ ഈ രീതിയിലുള്ള LGBTQIA+മായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആശയങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ, ആ സിനിമകളിലും ഇതുപോലെ തന്നെ LGBTQIA+മായി അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് ആശയങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ പലരും എന്താണ് LGBTQIA+ എന്ന് ചോദിക്കുന്ന സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് എന്നോട് ചെറിയൊരു കുട്ടി, സ്കൂൾ പഠിക്കുന്ന ചെറിയ കുട്ടി എന്നോട് ചോദിച്ചതും ഇതേ ചോദ്യമാണ്, എന്താണ് LGBT എന്ന്. അപ്പോൾ ഈ വിഷയം എന്താണെന്ന് അറിയാത്ത ആളുകൾ, എന്താണ് LGBT എന്നറിയാത്ത ആളുകൾ, ഇത് ഒരു പുരോഗമനപരമായ ആശയമാണ്, അല്ലെങ്കിൽ ഇതൊരു വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ആശയമാണ്, നമ്മളെല്ലാം അതിൻ്റെ ആ ഒരു വക്താക്കളായി മാറണം എന്ന രീതിയിലുള്ളൊരു തോട്ടാണ് നമ്മുടെ യുവതലമുറക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണിത് എന്നും ഇത് എങ്ങനെയാണ് സമൂഹത്തെ നെഗറ്റീവായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നും ഇതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ ആശയത്തെ സമഗ്രമായി നമുക്ക് പഠിക്കാനും അതിനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും എല്ലാം കഴിയുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇവിടെ തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. കൃത്യമായി LGBTQIA+ എന്താണെന്നും അതിന് കൃത്യമായി അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന നെഗറ്റീവായ എഫക്റ്റുകൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ അതുകൊണ്ട് ഉണ്ടാകുന്നതെന്നും ഇതൊരു പുരോഗമനപരമായ ആശയമല്ല, മറിച്ച് നമ്മുടെ പുറം നാടുകളിൽ, നമ്മുടെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ്, പല രാജ്യങ്ങളിലും ഇതെല്ലാം നടപ്പിലാക്കി അവിടെയെല്ലാം തകർന്ന് തരിപ്പണമായ അല്ലെങ്കിൽ അവരെല്ലാം ഇതിന് മാരകമായ രീതിയിൽ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഇത് എന്നും ഇത് നമ്മുടെ സമൂഹത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഒരുപാട് പൊളിറ്റിക്കൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നെല്ലാമുള്ള കാര്യമാണ് നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആമുഖം എന്നോണം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പറയേണ്ടുള്ളത് എന്താണ് LGBTQIA+ എന്നുള്ളതാണ്. ഈ വാക്ക് സൂചിപ്പിക്കുന്നത്, നമ്മളൊരു ഉദാഹരണം പറയാൻ, ഒരു മഴവില്ലടുക്ക് നമ്മൾ കാണാറുണ്ട്. മഴവില്ല് പല നിറങ്ങളുള്ള പോലെ ജെൻഡർ സ്പെക്ട്രത്തിൽ നിരവധി ലൈംഗിക വ്യതിയാനങ്ങളുള്ള പല ആളുകളുമുണ്ട്. അഥവാ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് കാലം മുതൽ നമുക്ക് പരിചയമുള്ളത് ഒരു ഹെട്രോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട ലൈംഗികതയാണ്. അഥവാ ഒരാണിന് ഒരു പെണ്ണിനോട് താല്പര്യം തോന്നുന്നു, അവർ വിവാഹം കഴിക്കുന്നു, ജീവിക്കുന്നു, ഈ രീതിയിലുള്ള ഒരു ബന്ധമാണ് നമുക്കെല്ലാം പരിചയമുള്ളത്. എന്നാൽ LGBTQIA+ പറയുന്നത് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നാണ്. അഥവാ ഇതല്ലാത്ത ഒരുപാട് സെക്ഷൽ ഓറിയൻറ്റേഷനുകളുണ്ട്, ഇതല്ലാത്ത ഒരുപാട് ജെൻഡറുകളുണ്ട്, ഇതല്ലാത്ത ഒരുപാട് താല്പര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷമാണ്, അതിനെല്ലാം വെച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള മഴവില്ല് പോലെ അത്തരം രീതിയിലുള്ള ലൈംഗിക വ്യതിയാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജെൻഡർ പൊളിറ്റിക്സ് അഥവാ LGBTQIA+ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കപ്പേരാണ് അത് വരുന്നത്. ഓരോ അക്ഷരം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ എന്നാണ് അർത്ഥം. ലെസ്ബിയൻ എന്നാൽ ഒരു സ്ത്രീക്ക് സ്ത്രീയോട് താല്പര്യം തോന്നുന്ന അവസ്ഥ. നമ്മൾ സാധാരണ ഹെട്രോസെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാണിന് ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇത് സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ താല്പര്യം തോന്നുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു വിവാഹം, നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്ന കേരളത്തിൽ നടന്ന വിവാഹം ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു. അഥവാ ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് സ്ത്രീയോട് താല്പര്യം തോന്നുന്നു. രണ്ടാമത്തെ അക്ഷരമാണ് G എന്ന് പറയുന്ന അക്ഷരം. G എന്നാൽ ഗേ എന്നാണ് അർത്ഥം. ഗേ എന്ന് പറഞ്ഞാൽ നേരെ പുരുഷനോട് താല്പര്യം തോന്നുന്ന അവസ്ഥ. പുരുഷന് തന്നെ ലൈംഗികപരമായ താല്പര്യം പുരുഷനോട് തന്നെ ആയിരിക്കും. ഇതിനെയാണ് ഗേ അഥവാ ഗേ എന്ന് പറയുന്നതും. ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ പദങ്ങളെല്ലാം കടന്നു വരുന്നത്. മൂന്നാമത്തത് B ആണ്, അഥവാ ബൈസെക്ഷലാണ്. ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരക്കാർക്ക് പുരുഷനോടും താല്പര്യം തോന്നും, സ്ത്രീയോടും താല്പര്യം തോന്നും, രണ്ട് കൂട്ടരോടും താല്പര്യം തോന്നുന്ന ഒരു വിഭാഗത്തെയാണ് ബൈസെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് LGB എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂന്നെണ്ണം ഈ പറഞ്ഞ പോലെ ഹോമോസെക്ഷാലിറ്റിയുമായി അഥവാ സെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് പദങ്ങളും കടന്നു വരുന്നത്. ഇനി അടുത്തൊരു വിഭാഗമുണ്ട് T എന്ന് പറയുന്നത്. T എന്നാൽ ട്രാൻസ്ജെൻഡർ എന്നാണ് അർത്ഥം. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഇതൊരു സെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ജെൻഡറുമായി ബന്ധപ്പെട്ടതാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പൂർണ്ണ പുരുഷനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ എല്ലാം ശരീരഘടന കൊണ്ടും ശരീരമായ പറഞ്ഞ ഹോർമോൺ കൊണ്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും
അദ്ദേഹം പൂർണ്ണമായൊരു പുരുഷനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് താനൊരു സ്ത്രീയാണ്, താൻ സ്ത്രീയാവാൻ ആഗ്രഹിക്കുന്നു, ഈ രീതിയിൽ സ്ത്രീയായി കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പരിപൂർണമായി സ്ത്രീയായ ഒരു വ്യക്തി, എല്ലാ അവയവങ്ങൾ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ സ്ത്രീയായൊരു ഒരാൾക്ക് ഉള്ളിൽ ഞാനൊരു പുരുഷനാണ് എന്നുള്ളൊരു മാനസികമായ ചിന്ത, ഇതിനെയാണ് ട്രാൻസ്ജെൻഡർ. ഒരു പുരുഷ ശരീരത്തിൽ സ്ത്രീ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിൽ പുരുഷൻ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അടുത്തത് LGBT വരെ നമ്മൾ പറഞ്ഞു. പിന്നെ ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂർ എന്നാണ് അർത്ഥം. ക്യൂർ എന്ന് പറഞ്ഞാൽ ഇത്തരക്കാർ ഇവർ തീരുമാനിച്ചിട്ടില്ല, അവർക്ക് ഒരു ഉറപ്പായിട്ട് ഞാൻ ഇന്ന ജെൻഡറാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് എന്താണ്, ഇവരത് മാറിക്കൊണ്ടേയിരിക്കും, പല രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഉറപ്പില്ലാത്ത ഇന്ന ആളോടാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ എൻ്റെ ജെൻഡർ ഇന്നതാണ് എന്ന് പറയാൻ ഉറപ്പില്ലാത്തത് ഫ്ലുവൻ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ, ഇവരാണ് ക്യൂർ എന്ന് പറയുന്നത്. പിന്നെ ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഐ എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മൾ കൃത്യമായി പരിഗണിക്കേണ്ട ആളുകൾ കൂടിയാണ് ഇവർ. ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്സ് എന്നാണ് അർത്ഥം. ഇൻ്റർസെക്സ് എന്ന് പറയുമ്പോൾ ജന്മനാ തന്നെ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവങ്ങൾ മിക്സായിട്ട് ജനിക്കുന്ന ആളുകൾ. ഒരാൾ ജനിക്കുന്നു, അയാൾക്ക് സ്ത്രീയുടെ ലൈംഗികപരമായ അവയവങ്ങളുണ്ട്, പുരുഷൻ്റേതുമുണ്ട്, രണ്ടും കൂടെ മിക്സായി ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ രണ്ടും ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പല കോംപ്ലിക്കേറ്റഡ് ആയി ജനിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. പിന്നെ എ ആണ്. എന്ന് പറഞ്ഞാൽ അസെഷ്യൽ എന്നാണ് പറയുക. അതായത് ഇവർക്ക് ലൈംഗികവയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് ആരോടും താല്പര്യമില്ലാത്തൊരവസ്ഥ, ആരോടും പ്രത്യേകിച്ച് താല്പര്യം ന്യൂട്രായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അസെഷ്യൽ എന്ന് പറയുന്നത്. അവസാനം പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇനി ഇത് അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ, ഇതല്ലാത്ത ഹെറ്ററോസെക്ഷാലിറ്റി അല്ലാത്ത ഈ പറഞ്ഞ ഇതല്ലാത്ത മറ്റുള്ള എല്ലാ ലൈംഗിക വ്യതിയാനങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്ലസ് എന്ന് സൂചിപ്പിക്കുക. അഥവാ ഇനി ഇതല്ലാത്ത പല കാര്യങ്ങളുമാണ്. അങ്ങനെയാണ് LGBTQIA+ എന്ന് പറയുന്ന ആശയം പ്രതിനിധീകരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തുള്ളത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി ഇവിടെ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട LGB എന്ന് പറയുന്ന ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ എന്ന് പറയുന്ന വിഭാഗം. ഈ വിഭാഗം ഇങ്ങനൊരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഇവർക്ക് പല അവകാശങ്ങളും ഉണ്ട് എന്ന് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരെ നമുക്കറിയാം. ഒരു കാലത്തുണ്ടായിരുന്ന നിയമം പിന്നീട് അത് പല നിയമ പോരാട്ടങ്ങളോടും കൂടി പിന്നെ അത് റദ്ദ് ചെയ്യപ്പെടുകയും അത് മാറ്റി പുനർനിർവചിക്കുകയും എല്ലാം ചെയ്ത് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തുടർന്ന എപ്പിസോഡിൽ ആ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ അത്തരം ഒരു കാര്യങ്ങൾ, ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇതെന്താണ് ഇതിന് പ്രശ്നം? ഇത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവർക്ക് ഇഷ്ടമുള്ള അവർ ചെയ്തോട്ടെ, ഒരു കൺസെൻറ്റ് ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നുള്ളത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പല രീതിയിൽ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചർച്ച ചെയ്യാൻ പോകണതല്ല, ഇത് കൃത്യമായി നമുക്ക് ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന ഒരു ഇത് നിയമവിധേയമായിട്ട് സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ അപ്ലൈ ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ആ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരു 10ഓളം പ്രശ്നങ്ങളാണ് വരുന്ന എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.